എന്താ നീൽ, എനി പ്രോബ്ലം? ഡോക്ടർ, ഇതൊരിക്കലും സ്വാതി അറിയരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? നീൽ, ഞാനൊരു ഡോക്ടർ മാത്രമല്ല, ഒരു സ്ത്രീ കൂടിയാണ്. അമ്മയാകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയുടെ മനസ്സ് നിങ്ങൾ ആണുങ്ങൾക്ക് മനസ്സിലാകില്ല. പേഷ്യൻസ് അറിയാതെ ഒരു സർജറിയും ചെയ്യാൻ പാടില്ലെന്നാ. അതാണ് മെഡിക്കൽ എത്തിക്സ്. എന്നിട്ടും നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം അത് ഞാൻ സ്വാതിയിൽ നിന്ന് മറച്ചു വെച്ചു. നീൽ, ഞാൻ ഇപ്പോഴും പറയുന്നു, there must be chance. വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ പരിമിതികൾക്കും അപ്പുറം ദൈവത്തിന്റെ ഒരു അത്ഭുതം, അത് സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ അമ്മയായവരും ഉണ്ട്. സ്വാതിയോടും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഈശ്വരൻ വിചാരിച്ചാലേ സ്വാതി ഇനിയൊരു അമ്മയാകൂ. നിങ്ങളിപ്പം ചെയ്യേണ്ടത് സ്വാതിയുടെ മനസ്സിന് ധൈര്യം നൽകുകയാണ്. ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നത്ര കരുതലും സ്നേഹവും ആത്മവിശ്വാസവും നൽകുക. ഒരത്ഭുതം സംഭവിച്ചാൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുമ്പ് സ്വാതി ഗർഭിണിയായെന്നും വരാം. മിസ്റ്റർ നീൽ, യഥാർത്ഥ ഡോക്ടർ ഞാനല്ല, ഈശ്വരനാണ്. കമ്പനി തുടങ്ങുന്നത് ഗിരിയുടെയും അച്ഛന്റെയും ഏട്ടന്റെയും പേരിൽ മതി. നന്ദിനിയും ഡയറക്ടർ ബോർഡിൽ ഉണ്ടാവണം. അപ്പോ നീ ഇത് പൂർണ്ണമായിട്ട് പിന്മാറുകയാണോ? എന്തൊരു ചതിയാമോളെ നീ പറയുന്നത്? ചതിക്കാനും ഒളിക്കാനും മറച്ചു വെക്കാനും ഒന്നും എനിക്കറിയില്ല അച്ഛ. എടോ, താൻ ആരോടാ ഈ വാശി കാണിക്കുന്നേ? ഇതിൽ നിന്ന് പിന്മാറുന്നതിന്റെ കാരണം താൻ എന്നോട് തുറന്നു പറഞ്ഞേ പറ്റൂ. പറയണോ? പറയണം, പറഞ്ഞേ പറ്റൂ. പറയാം. എനിക്ക് കമ്പനിയുടെ ഉടമസ്ഥയായിരിക്കാൻ താല്പര്യമില്ല, അത്ര തന്നെ. ഇനി ഒന്നുകൂടി വിശദമായി പറയണോ? അതും പറയാം. ഇന്ന് ഞാൻ ഏട്ടന്റെ ഭാര്യ, ഈ വീട്ടിലെ മൂത്ത മരുമകൾ. പക്ഷെ നാളെ ചിലപ്പോ ഞാൻ ഈ വീട്ടിൽ ആരും ആയിരിക്കണമെന്നില്ല. സ്വാതി, എനിക്കൊന്ന് പുറത്തു പോകണം. പോകുന്ന വഴിക്ക് ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. അത് വേണ്ട ഏട്ടാ, ഞാൻ തനിയെ പൊയ്ക്കോളാം. അതെന്താടോ? ഞാനുള്ളപ്പോ എല്ലാ ദിവസവും തന്നെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്ന ഞാനല്ലേ? എല്ലാ ദിവസവും പോലെ അല്ലല്ലോ ഏട്ടാ ഇന്നത്തെ ദിവസം. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് മതി. സ്വാതിയുടെ അകൽച്ചയുടെ കാരണം ഇതാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? ഞാനിത് അവളിൽ നിന്ന് മനഃപൂർവ്വം മറച്ചു വെച്ചതാണെന്ന് അവൾ കരുതി കാണും. അതിന്റെ കാരണം അവളെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? എത്രയും വേഗം ക്ഷേത്രത്തിലെത്തണം. ദേവിയുടെ മുന്നിൽ വെച്ച് തന്നെ അവളോട് ഇക്കാര്യം പറയണം. മറച്ചു വെച്ചതിന് ക്ഷമ ചോദിക്കണം. ഭഗവാനെ, ഉള്ളിലെ സങ്കടം ഞാൻ നിന്നോടല്ലാതെ മറ്റാരോട് പറയും? എത്ര ശ്രമിച്ചിട്ടും ഏട്ടനോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. എന്തിനാ നീ ഏട്ടനെ കൊണ്ടത് മറച്ചു വയ്പ്പിച്ചത്? ഓർക്കും തോറും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്ത പാഴ്ജന്മമാണോ ഞാൻ? ഒരു ഭാര്യയുടെ ധർമ്മം നിറവേറ്റാൻ നീ എനിക്കൊരു കുഞ്ഞിനെ തരില്ലേ ഭഗവാന്? നിന്റെ മുൻപിൽ ഞാൻ ഇനി എന്ത് പ്രാർത്ഥനയാണ് നടത്തേണ്ടത്? എന്ത് വഴിപാടാ കഴിക്കേണ്ടത്? യാചിക്കുന്നവർക്ക് അഭയവും പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹവും നൽകുന്ന ഭഗവാനല്ലേ? എന്റെ ജീവിതം ഞാൻ നിന്റെ കാൽക്കൽ സമർപ്പിക്കാം. അനുഗ്രഹിക്കാനും നിഗ്രഹിക്കാനും കഴിയുന്ന ശക്തി സ്വരൂപമല്ലേ? എന്റെ ജീവിതം ഒരു ശാപജന്മമാക്കി തീർക്കല്ലേ? മോളെ, കഴിഞ്ഞ ദിവസം നടയടച്ചു കഴിഞ്ഞിട്ടും മോൾ ഇവിടെ തന്നെ വന്ന് പ്രാർത്ഥിച്ചു.
ഇന്നിപ്പോ വീണ്ടും സങ്കടം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ മോള് ഭഗവാന്റെ മുന്നിലെത്തി. എന്താ മോൾക്ക് ഇത്ര വലിയ സങ്കടം? ഉണ്ട് സ്വാമിജി. ആരോടും തുറന്നു പറയാൻ കഴിയാത്ത ഒരു സങ്കടം ഇപ്പോഴെന്റെ ഉള്ളിലുണ്ട്. അതിന് പരിഹാരം ഉണ്ടാക്കിത്തരാൻ ഭഗവാനെ കഴിയൂ. എല്ലാം അറിയുന്ന കരുണാമയനായ ഭഗവാന്റെ മുമ്പിൽ മാത്രമേ എനിക്കത് പറയാൻ കഴിയൂ. അതിനുള്ള പോംവഴിയും ഭഗവാൻ തന്നെ തീരുമാനിക്കട്ടെ. മോള് പറഞ്ഞത് ശരിയാണ്. അകത്ത് കുടികൊള്ളുന്ന ഭഗവാൻ ശക്തി സ്വരൂപമാണ്. അതുകൊണ്ടാ മോളെ ഇന്ന് തന്നെ ഭഗവാൻ ഇവിടെ എത്തിച്ചത്. മഹാശിവരാത്രിക്ക് സമമായ ശിവചൈതന്യം പ്രപഞ്ചത്തിൽ നിറയുന്ന ശിവപാർവതി പരിണയ ദിനമാണിന്ന്. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക പൂജയുണ്ട് ഇവിടെ. എന്ത് പൂജ സ്വാമിജി? സഹസ്ര ജലധാര. പ്രത്യേകം തയ്യാറാക്കിയ ശിവലിംഗത്തിൽ 1001 കുടം ജലം ഒഴിച്ച് നടത്തുന്ന ഈ പൂജ കുട്ടിക്ക് സ്വയം ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ദിവസം തുടങ്ങി നാളെ രാവിലത്തെ സൂര്യോദയത്തിൽ അവസാനിക്കുന്ന പൂജയിൽ പങ്കെടുക്കാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. കുട്ടിക്കും വേണമെങ്കിൽ ഈ പൂജയിൽ പങ്കെടുക്കാം. ഈ പൂജ നടത്തിയാൽ ഏത് സങ്കടവും ഭഗവാൻ മാറ്റിത്തരും. സ്വാമിജി, എനിക്കും ഈ പൂജയിൽ പങ്കെടുക്കണം. തീർച്ചയായും. ശിവപാർവതിമാർ തുല്യ പ്രാധാന്യത്തോടെ ശക്തി സ്വരൂപങ്ങളായി വർത്തിക്കുന്ന ക്ഷേത്രമാണ്. കുട്ടിക്ക് വേണ്ടിയുള്ള ജലധാരാ മണ്ഡപം ഞാൻ തയ്യാറാക്കി തരാം. കുട്ടി പോയി തൊഴുതു വരൂ. ഓരോരുത്തർക്കും സങ്കടങ്ങൾ ഓരോ വിധമാണ്. ഭഗവാനെ മഹാദേവ, എല്ലാം നിന്റെ മായ തന്നെ. ഈ സ്വാതി ഇത് എവിടെ പോയി കിടക്കുക? ക്ഷേത്രത്തിൽ പോയിട്ട് ഇതുവരെ വന്നില്ലേ? മഹാദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞോ മോളെ? കഴിഞ്ഞു സ്വാമിജി. പുഴയിൽ നിന്നുള്ള ജലം വേണം ധാരയ്ക്ക് ഉപയോഗിക്കാൻ. ദാ ഈ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ധാര ആരംഭിക്കാം. കത്തിച്ചോളൂ. ഇനി മോള് പോയി പുഴയിൽ നിന്ന് ജലമെടുത്ത് വന്നോളൂ. ഒന്നും രണ്ടുമല്ല, 1001 കുടമാണ് ധാര ചെയ്യേണ്ടത്. ക്ഷീണം ഉണ്ടാകാതിരിക്കാനുള്ള പ്രാർത്ഥനയോടെ വേണം ജലമെടുക്കാൻ. ശരി സ്വാമിജി, ഭക്തിയോടെ തന്നെ ഞാൻ ഈ പൂജ ചെയ്തോളാം. ഭഗവാൻ അനുഗ്രഹിക്കും.
ആ ജലവുമായി ഒന്ന് വലം വെച്ച് വന്നോളൂ. മനസ്സിലെ സങ്കടം തീർത്തു തരണേ ഭഗവാനെ മഹാദേവ എന്ന് പ്രാർത്ഥിച്ച് കൂടത്തിൽ നിന്നും ജലം വിഗ്രഹത്തിലേക്ക് ഒഴിച്ചോളൂ. ഇനി മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ കുട്ടി. ആഗ്രഹിക്കുന്നത് എന്തും ഭഗവാൻ നടത്തിത്തരും. ആ ഇനി അഭിഷേകം തുടർന്നോളൂ. കുട്ടി മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ. ആഗ്രഹിക്കുന്നത് എന്തും ഭഗവാൻ നടത്തിത്തരും. സ്വാതി, സ്വാതി, താൻ എന്താ ഈ ചെയ്യുന്നേ? എന്നെ ശിക്ഷിക്കുകയാണോ? അയ്യോ അല്ല ഏട്ടാ, ദൈവം എന്നെ ശിക്ഷിച്ചതിനുള്ള പരിഹാരം ചെയ്യുമായിരുന്നു ഞാൻ. നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയിട്ടുള്ള എന്റെ പ്രാർത്ഥനയായത്. സ്വാതി, ഇത്ര കഠിനമായ പ്രാർത്ഥന അത് എന്നെ ശിക്ഷിക്കുന്നതിന് തുല്യോ? ഏട്ടൻ അങ്ങനെ വിചാരിക്കുന്നതാണ് തെറ്റ്. ഈ പ്രാർത്ഥന ഏട്ടനും കൂടി വേണ്ടിയിട്ടാ. സ്വാതി, എനിക്ക്
തന്നോടൊരു കാര്യം പറയാനുണ്ട്. ഏട്ടാ, ഞാനിപ്പോ ഒരു പൂജയിൽ പങ്കെടുത്തോണ്ടിരിക്കുക. നാളെ രാവിലെ ഈ പൂജ അവസാനിക്കും. നാളെ രാവിലെയോ? അപ്പോ ഇന്ന് രാത്രി മുഴുവൻ താൻ ഈ ക്ഷേത്രത്തിൽ കഴിയണോ? ഏട്ടാ, ഞാൻ മാത്രമല്ല, ഒരുപാട് പേർ ഇന്ന് ഈ പൂജ ചെയ്യാനുണ്ട്. എന്നെ പോലെ ഉള്ളിൽ ദുഃഖമുള്ളവർ ഭഗവാന് വേണ്ടി ചെയ്യുന്ന വഴിപാടാ ഇത്. സ്വാതി, എനിക്കൊരു കാര്യം. ഏട്ടാ, ഏട്ടനിപ്പോ വീട്ടിലേക്ക് തിരിച്ചു പോണം. ഈ പൂജ കഴിഞ്ഞ് ഞാൻ നാളെ രാവിലെ തന്നെ തിരിച്ചു വന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ല സ്വാതി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഏട്ടാ, വേണ്ട, എന്നെ തടയരുത്. എനിക്ക് ഈ പൂജ പൂർത്തിയാക്കണം. മുടങ്ങിയ ദൈവദോഷം വരും. അത് വരുത്തി വെക്കരുത്. ഏട്ടൻ തിരിച്ച് വീട്ടിലേക്ക് പോവും. ഇവിടെ നാമമന്ത്രങ്ങൾ മാത്രമേ പാടുള്ളൂ. ഏട്ടൻ പൊയ്ക്കോ ഏട്ടാ, വീട്ടിൽ വന്ന് സംസാരിക്കാം. സ്വാമിജി, സ്വാതിയെ അന്വേഷിച്ചു വന്നതാണെന്ന് മനസ്സിലായി. അതെ സ്വാമിജി, ആരോടും ഒരു വാക്ക് പോലും പറയാതെ അവൾ ഇത്രയ്ക്ക് കഠിനമായ പൂജ ചെയ്യുന്നത് എന്തിനാ സ്വാമിജി? സ്വന്തം ഭാര്യയുടെ മനസ്സറിയാൻ നിങ്ങൾക്കിതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അത്ഭുതം തന്നെയാ. എന്തോ വലിയൊരു ദുഃഖം ആ കുട്ടിയുടെ മനസ്സിനെ മഥിക്കുന്നുണ്ട്. അതെന്താണെന്ന് ഭർത്താവായ നിങ്ങൾക്കറിയില്ലേ? അത് പിന്നെ അതൊക്കെ എനിക്കറിയാം സ്വാമിജി. അതിനെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ അവളുടെ പിന്നാലെ ഇങ്ങോട്ട് വന്നത്. ഇന്നിനിപ്പോ ആ കുട്ടിയോടൊന്നും സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. പൂജ കഴിഞ്ഞ് നാളെ തിരിച്ച് വീട്ടിലെത്തുമ്പോ അത് പറഞ്ഞാ മതി. തൽക്കാലം ക്ഷേത്രത്തിലേക്ക് ചെന്ന് ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചു മടങ്ങിക്കൊള്ളൂ. ചെല്ലു. ഭഗവാനെ, എന്നോട് ക്ഷമിക്കണേ. ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ സ്വാതിയിൽ നിന്ന് മറച്ചു വെച്ചത് തെറ്റായിപ്പോയി. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൾ ഇത്രയും ദിവസം നടന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവളുടെ മനസ്സ് വേദനിപ്പിച്ചതിന് എന്നോട് പൊറുക്കണേ ഭഗവാനെ. ഒരു അമ്മയാവാൻ കഴിയില്ലെന്ന വാർത്ത കേട്ട അവൾ എന്നിൽ നിന്ന് അകന്നു പോകുന്ന ഭയന്നിട്ടാ സത്യത്തിൽ ഞാനത് സ്വാതിയോട് മറച്ചു വെച്ചത്. ഒരു കുഞ്ഞിനെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ ഭഗവാനെ.
നീലേ, നീയും സ്വാതിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയടാ. ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് നീ കരുതരുത്. ഈശ്വര, അച്ഛനെന്തെങ്കിലും സംശയം തോന്നിയോ? സത്യം അച്ഛനോട് എങ്ങനെ പറയും? ഡോക്ടർ പറഞ്ഞ കാര്യം അച്ഛൻ അറിഞ്ഞ വല്ലാതെ വിഷമാവും.